വീട്ടിലെ പൂച്ചക്കുട്ടന്മാർ വരെ ചക്ക ഫാനായി മാറിയൊരു വീട് കേട്ടോ നമ്മുടെ. ഇവിടെയൊക്കെ ചക്ക വിരിഞ്ഞ് മൂത്ത് വരുന്നുള്ളൂ കേട്ടോ. എന്നാലും നമ്മുടെ ചേട്ടായുടെ വീട്ടില് കഷ്ടകാലത്തിന് ഒരു ചക്ക മൂത്തു. അതിലും കഷ്ടകാലത്തിന് കറക്റ്റ് അവർ 8 ദിവസം തന്നെ ഞങ്ങളവിടെ ചെന്നു. അതിൽ നിന്നൊരു വീതം കിട്ടി. അത് വേവിച്ച് വറുത്തുമൊക്കെ തിന്നോണ്ടിരിക്കുക. മീൻകറിയും കടലക്കറിയൊക്കെ കൂട്ടി കേട്ടോ കഴിക്കുന്നേ. പപ്പിക്കുട്ടൻ ഈ വന്നിരിക്കുന്ന ഇരിപ്പോ ഉള്ളൂ. അവൻ വലിയ ചക്ക ഫാനൊന്നുമല്ല. പച്ചച്ചക്കയാണ് അവൻ തിന്നും. കുഞ്ഞുണ്ണി എന്ന് കണ്ടു നോക്കി. എന്നാ ഇഷ്ടത്തോടെ തിന്നുന്ന അറിയോ. ചിലപ്പോൾ മീൻചാറിൻ്റെ ഉളുമ്പുള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും പുള്ളിക്ക് ചക്ക വെച്ച് അങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ല അപ്പഴാ ഓർത്തെ നമ്മുടെ മലയില് പറമ്പില് 2 ചക്ക വിരിഞ്ഞായിരുന്നു. മൂത്തൊന്ന് പോയി നോക്കാം വാ. ഈ കൊല്ലത്തെ ആദ്യത്തെ നമ്മുടെ ഒഫീഷ്യൽ ചക്കയിടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് ചക്കയിടാൻ പോയി. മൂത്തൊന്ന് ഉറപ്പിക്കാൻ കൊട്ടി നോക്കി, ഞെടുപ്പിൽ കൊത്തി നോക്കി, മുളഞ്ഞൊക്കെ എടുത്തു. പോരാത്തതിനെ പോരാളിയെ വിളിച്ച് വീഡിയോ കോൾ വഴി വീഡിയോ കോൺഫറൻസ് നടത്തി ഉറപ്പിച്ചു ചക്ക മൂത്ത് തന്നെ. അതിനിടയ്ക്ക് എന്റെ നിക്കർ ഉടുപ്പ് എല്ലാം കൂടെ കണ്ടോ, മൊത്തം വിത്ത് പ്രചരണം കേട്ടോ. ഇന്ന് ഞാൻ കുറെ ചെടി പല സ്ഥലത്തും കൊണ്ട് ഇടും. എനിവേ ചക്കയിട്ട് വീട്ടിലെത്തി ഒറ്റ വീട്ടിൽ പൊളിച്ചു നോക്കിയപ്പോൾ നല്ല കൊത്തപ്പിഞ്ച്. 2 ദിവസത്തിന് ചോറ് തന്നില്ല കേട്ടോ. ഞാനിത് തെറ്റ് ചെയ്തു പറ. ആ കാരണത്തോട്ട് ഞാൻ മലയാളത്തിൽ വീഡിയോ കോൾ വഴി ചോദിച്ചാൽ മൂത്താണോ ഇടണമെന്ന്. ഇട്ടോ എന്ന് പറഞ്ഞതാ. ആ ചമ്മല് തീർക്കാൻ ഞാൻ വീണ്ടും നമ്മുടെ ചേട്ടായിമാരെ വിളിച്ചു. കുട്ടൂസ് ചേട്ടൻ പ്രതീക്ഷട്ടായി. കുട്ടൂസ് ചേട്ടൻ കണ്ണുന്നള്ളി നിൽക്കുന്നത് അറിയോ? നമ്മുടെ ധന്യ ചേച്ചിയുടെ വീടിന്റെ താഴെ ചെറിയൊരു പ്ലവുണ്ട്. പൊക്ക് ഇത്ര ഉള്ളൂ കേട്ടോ. എടാ രാത്രി ഇതിന്റെ മണ്ടക്കറിയുന്ന അമ്പിളിമാവനെ തൊടാലോടാന്ന് കുട്ടൂസ് ചേട്ടൻ ആലോചിച്ചു കേട്ടോ. ചെറിയൊരു ബെഡ് പ്ലാവ് 2 ചക്ക ഇട്ട് തരാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നു കേട്ടോ. പ്ലാവ് കണ്ട് വിജലംബിച്ചു പോയി. മരമൊന്നും നമുക്കൊരു പ്രശ്നമല്ല ഗൈസ്. ചക്ക മൂത്താണെങ്കിൽ നമ്മൾ അവിടെയും കയറിയിരിക്കും. നമ്മളല്ല, ഈ ചേട്ടായി കയറിക്കോളും. അതിന്റെ ഇടയ്ക്ക് എന്റെ പിന്നെ ആ വീട്ടിലൊരു 3 പട്ടിക്കൊട്ടന്മാരുണ്ട് കേട്ടോ. ടറ ഒരുത്തിനെ പിടിച്ച് വാതിനകത്തിട്ട് പൂട്ടി. ഒരുത്തൻ കൂടിനകത്ത് കിടന്നും 2 വട്ടം നിന്നും കൊരയോട് കൊര. പ്ലാവെ കയറുന്നവൻ 2 കാലം താഴെ ഇറങ്ങിയാൽ വീട്ടിൽ പോകുന്ന കൂട്ടണ്ട, അവിടെ ഇരുന്നോണെന്ന് പറഞ്ഞുകൊണ്ട് കൊരകൊര. നമ്മൾ പിന്നെ നൈസായിട്ട് 2 കൈമടക്ക് കൊടുത്ത് അവനെ അങ്ങ് സോപ്പിട്ടു കേട്ടോ. പുള്ളി കൂളായി. കൂട്ടിക്കിടക്കുന്ന കൂളായപ്പോൾ ചുറ്റുവട്ടത്ത് നിന്നവർക്കും വലിയ കുറയൊന്നും ഇല്ല. പാവങ്ങളല്ലേ 2 ചക്ക കൊണ്ട് തിന്നട്ട എന്ന് വീട്ടുകാരും പറഞ്ഞപ്പോൾ അവരങ്ങ് കാമായി കേട്ടോ. അങ്ങനെ കിട്ടിയ ചക്കയായിട്ട് സന്തോഷസൂചകമായി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സെൽഫി എടുത്ത് പിരിഞ്ഞു. അതാണ് സർവൻ ചക്കയുടെ കഥ. ഈ ദുർഘട ഘട്ടത്തിൽ ചക്ക വന്ന് നമ്മുടെ അഭിമാനം കത്ത വീട്ടുകാർക്കും കടിക്കാതെ വിട്ട പട്ടിക്കുട്ടന്മാർക്കും ചേട്ടായിമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റ. തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് പോലെ ടൈലേന്ന് കാണിച്ചു തരാം. ജെറ്റുമാനവും ചക്ക വീഴുന്നതും ഒരേ ഫ്രെയിമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാം. വെക്കട ഇതിന് മേലെ വീണ്ടും കാണാം. ടാറ്റ. ഒന്നോടെ.